Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Legend by Judith Wright, FAUGP VAC Semester 4 Languages under Calicut University. Summary of Legend by Judith Wright. ഒരു കവിതയാണ്. Judith Wright's poem Legend tells the story of a blacksmith's boy who goes on a bold and adventurous journey into the forest with a rifle and a black dog. അപ്പോൾ ജുഡിത്ത് റൈറ്റ് ആണ് ഇതിൻ്റെ പോയറ്റ് കവിത എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലൻ്റെ മകൻ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണി യാത്രയിലാണ്. തൻ്റെ കൂടെ കാട്ടിലേക്കാണ് പോകുന്നത്. തൻ്റെ കൂടെ തൻ്റെ ബ്ലാക്ക് ഡോഗ്, ഒരു കറുത്ത ഡോഗും, റൈഫിള്, ഒരു തോക്കും, തൻ്റെ തലയിൽ ഒരു തൊപ്പിയും ഉണ്ട്. അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. The poem is written like an old myth, but it carries a deeper message about how human pride is transformed by the power and beauty of nature. അപ്പോൾ ഈ ഒരു കവിത നമ്മൾ വായിക്കുന്ന സമയത്ത് ഇത് എഴുതിയിരിക്കുന്ന ഒരു പഴയ ഒരു കഥ പോലെയാണ്, ഒരു മിത്ത് പോലെയാണ്, ഒരു ഐതിഹ്യം പോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയൊരു മെസ്സേജ് നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് ആ മെസ്സേജ്? എങ്ങനെയാണ് മനുഷ്യൻ്റെ അഹങ്കാരം പ്രകൃതിക്ക് മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ള ഒരു മെസ്സേജ് ഇതിൽ നൽകുന്നുണ്ട്. അതായത് പ്രകൃതിയുടെ ബ്യൂട്ടിയും പവർ, പ്രകൃതി എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ അഹങ്കാരം ഒന്നുമല്ല, അഹങ്കാരം ചേഞ്ച് ആകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയൊരു മെസ്സേജ് ഇത് നൽകുന്നുണ്ട്. അറ്റ് ദ ബിഗിനിങ് ദ ബോയ് ഫീൽ സ്ട്രോങ് ആൻഡ് ഫിയർലെസ്. അപ്പോൾ ഈ ഒരു അഡ്വഞ്ചറസ് യാത്രയുടെ തുടക്കത്തിൽ ഈ ഒരു കുട്ടിക്ക് വളരെ സ്ട്രോങ് ആയിട്ടും, ഞാൻ വളരെ സ്ട്രോങ് ആണ്, വളരെ കറേജിയസ് ആണ്, നല്ല ധൈര്യശാലിയാണ്, എനിക്കൊരു പേടിയില്ല എന്നുള്ള ഒരു തോന്നലായിരുന്നു. As he enters the forest, many obstacles try to stop him. Cobwebs cling to his feet, rivers block his way, and thorn branches scratch his eyes. അപ്പോൾ കാടിനുള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് ഒരുപാട് തടസ്സങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അവനെ നിർത്താൻ വേണ്ടിയിട്ട്, അവനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവൻ്റെ യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് കോബ്വെബ്സ്, ചിലന്തി വല ഉണ്ടാക്കി അത് കാലിൽ കുടുങ്ങിയത്, അതുപോലെ പുഴ അവൻ്റെ വഴി മുടക്കിയത്, അതുപോലെ മുള്ളുള്ള ചില്ലകളൊക്കെ ഉണ്ടായിരുന്നു, അത് അവൻ്റെ കണ്ണിലൊക്കെ കോറിയത്. ഇങ്ങനെയുള്ള ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. The sky also turns dark and unlucky. Yet the boy proudly says he can break branches, swim through rivers and face any danger. അപ്പോൾ ആകാശം ഇരുണ്ടിരിക്കുകയായിരുന്നു. അതും ഒരു അൺലക്കിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ആ ഒരു സമയത്ത് ആ ഒരു കുട്ടി വളരെ പ്രൗഡായിട്ട് പറയാണ്, ആത്മാഭിമാനത്തോട് കൂടിയിട്ട് പറയാണ്, എനിക്ക് ഈ ഒബ്സ്റ്റക്കിൾസിനൊക്കെ തരണം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ എന്ത് ചെയ്യും? ഈ ചില്ലകളൊക്കെ ഒടിച്ചു കളയും. അതുപോലെ ഞാൻ പുഴയിൽ ഞാൻ നീന്തും, എന്നിട്ട് എൻ്റെ വഴിയിലൂടെ പോകും. അതുപോലെ എന്ത് ഡേഞ്ചറസ് സിറ്റുവേഷൻ വന്നാലും ഞാൻ അതിനൊക്കെ ഫേസ് ചെയ്യും. ഹിസ് കോൺഫിഡൻസ് ഷോസ് ഹിസ് ഏർലി അറഗൻസ് ടുവാർഡ്സ് നേച്ചർ. അപ്പോൾ അവൻ്റെ കോൺഫിഡൻസ്, അവൻ്റെ ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ പ്രതീകമായിരുന്നു. അതായത് പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പിൽ ഞാൻ എല്ലാ തടസ്സങ്ങളെയും ഞാൻ മാറ്റും എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു എന്നാണ് പറയുന്നത്. ആസ് എ മൂവ്സ് ഫർദർ ഹി മീറ്റ്സ് ഈവൻ ഗ്രേറ്റർ ചാലഞ്ചസ്. അങ്ങനെ അവൻ മുന്നോട്ട് പോകുന്തോറും ഒരുപാട് വെല്ലുവിളികൾ പ്രകൃതിയിൽ നിന്ന് അവൻ നേരിടേണ്ടതായിട്ട് വന്നു. Mountains rise suddenly, rocks roll toward him, a crow warns him that he will die, and heavy rain falls like sharp tools. മൗണ്ടെയ്ൻസ്, പർവ്വതങ്ങളൊക്കെ ഉയർന്നു നിൽക്കുകയാണ്. പെട്ടെന്ന് പർവ്വതങ്ങളൊക്കെ ഉയർന്നു. അതുപോലെ പാറക്കല്ലുകൾ താഴേക്ക് ഉരുണ്ടു വന്നു, അവൻ്റെ അടുത്തേക്ക്, അവൻ്റെ മുമ്പിലേക്ക് വന്നു. ഒരു കാക്ക അവനോട് വാൺ ചെയ്യുന്നുണ്ട്, നീ മരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കൂർത്ത ഒരു ആയുധം പോലെയാണ് മഴത്തുള്ളികൾ തൻ്റെ മേലിൽ വീണത്. ഈവൻ ദെൻ ദ ബോയ് റെഫ്യൂസസ് ടു ഗിവ് അപ്പ്. പക്ഷേ ഇങ്ങനെയുള്ള ഒബ്സ്റ്റക്കിൾസൊക്കെ വന്നിട്ടും ഈ ഒരു കുട്ടി എന്ത് ചെയ്തില്ല? ഗിവ് അപ്പ് ചെയ്തില്ല, തൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തു. He claims he can climb mountains, dodge rocks, and defeat any crow, showing how he continues to underestimate nature's power.
അവൻ അവകാശപ്പെട്ടു, എനിക്ക് ഏത് വലിയ പർവ്വതം എൻ്റെ മുമ്പിൽ വന്ന് നിന്നാലും എനിക്ക് അതിനെയൊക്കെ കയറാൻ കഴിയും. അതുപോലെ എനിക്ക് പാറകളെ മാറ്റാൻ കഴിയും. എനിക്ക് കാക്കനെ തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ ഞാനൊരിക്കലും പ്രകൃതിയുടെ ആ ഒരു പവറിന്, ആ ഒരു ശക്തിയുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും എൻ്റെ ജേണി ഗിവ് അപ്പ് ചെയ്യില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദ പോം കംസ് വെൻ ഈവനിങ് അറൈവ്സ്. അങ്ങനെ ഈ ഒരു കവിതയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈവനിങ് ആയിട്ടുള്ള സമയത്തായിരുന്നു. ഹിസ് ഹാറ്റ് ബ്ലോസ് അവേ, ഹിസ് ഡോഗ് ഡിസപ്പിയേഴ്സ് ആൻഡ് ഹിസ് റൈഫിൾ ബ്രേക്സ്. അപ്പോൾ ഈ കുട്ടിയുടെ ആ, ഒരു ധൈര്യം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അവൻ്റെ അടുത്തുനിന്ന് ഇല്ലാതായി, നഷ്ടപ്പെട്ടു. അവൻ്റെ തൊപ്പി പാറിപ്പോയി. അവൻ്റെ ബ്ലാക്ക് ഡോഗിനെ കാണാതായി. അവൻ്റെ റൈഫിൾ, അവൻ്റെ തോക്ക് മുറിഞ്ഞു പോയി. എവറിത്തിങ് ദാറ്റ് ഗാവ് ഹിം കറേജ് ആൻഡ് സുപ്പീരിയോറിറ്റി ഈസ് ലോസ്റ്റ്. അവനക്ക് ധൈര്യം പകർന്നിട്ടുള്ള, അവനക്ക് ധൈര്യം തോന്നിയിട്ടുള്ള അവൻ്റെ അടുത്തുള്ള എല്ലാ വസ്തുക്കളും അവനക്ക് നഷ്ടമായി. ഹി ബിക്കംസ് വൾണറബിൾ ആൻഡ് എലോൺ. ഈ ഒരു നിമിഷത്തിൽ അവന് ദുർബലനാണ്, അവൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അറ്റ് ദിസ് മൊമെൻറ്റ് എ ബ്രില്യൻ റെയിൻബോ അപ്പിയേഴ്സ് ഓൺ ദ മൗണ്ടൻ. ഈ ഒരു നിമിഷത്തിൽ ആ ഒരു പർവ്വതത്തിൽ ഒരു ബ്രില്യൻറ്റ് റെയിൻബോ, ഒരു മഴവില്ല് ഇങ്ങനെ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്, പ്രത്യക്ഷപ്പെട്ടു. ദ ബോയ് റൺസ് ടുവാർഡ്സ് ഇറ്റ് വിത്ത് ന്യൂ എക്സൈറ്റ്മെൻറ്റ്. ഇങ്ങനെ ഒരു തനിച്ച് നിൽക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈ ഒരു റെയിൻബോ മഴവില്ല് മൗണ്ടെയിനിൽ കാണുന്ന സമയത്ത് അവന് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നി. അവൻ അതിൻ്റെ അടുത്തേക്ക് ഓടി. ഈ ക്ലൈംസ് ക്വിക്ലി ആൻഡ് ഫൈനലി ക്യാച്ചസ് ദ റെയിൻബോ ഇൻ ഹിസ് ഹാൻഡ്സ്. അവനെന്ത് ചെയ്തു, പെട്ടെന്ന് ആ ഒരു മൗണ്ടെയിനിൽ കയറി റെയിൻബോയിനെ പിടിച്ചു. ദ റെയിൻബോ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് കളർഫുൾ, ബ്രൈറ്റ്, കോൾഡ് ലൈക്ക് ഐസ് ആൻഡ് ഷൈനിങ് ലൈക്ക് ഗോൾഡ്. അപ്പോൾ ഈ ഒരു കവിതയിൽ റെയിൻബോനെ വിവരിച്ചിരിക്കുന്നത് ഇങ്ങനെ വളരെ കളർഫുള്ളാണ്, ബ്രൈറ്റാണ്, ഐസിനെ പോലെ തണുത്തതാണ്, ഗോൾഡിനെ പോലെ തിളങ്ങുന്നതാണ്. ദ ബോയ് ദെൻ റിട്ടേൺസ് ഹോം പ്രൗഡ്ലി ക്യാരിങ് ദ റെയിൻബോ ഓൺ ഹിസ് ഷോൾഡർ. അങ്ങനെ തൻ്റെ ആ ഒരു യാത്ര വീട്ടിലേക്ക് തിരിക്കുകയാണ്. ആ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വളരെ പ്രൗഡായിട്ട്, ആത്മാഭിമാനത്തോടു കൂടി ഈ ഒരു റെയിൻബോ തൻ്റെ കയ്യിലുണ്ട്. അത് ക്യാരി ചെയ്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഓൾ ക്രിയേച്ചേഴ്സ് മേക്ക് വേ ഫോർ ഹിം ആൻഡ് പീപ്പിൾ അഡ്മയർ ഹിസ് ബ്രേവറി. അപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ അവൻ്റെ ആ ഒരു ധീരതയെ ആദരിക്കുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അവൻ പോകുന്ന വഴിയിലുള്ള ക്രിയേച്ചേഴ്സ്, ചെറിയ ആനിമൽസ്, ചെറിയ ജീവികളൊക്കെ ഉണ്ട്, അവർ വഴിയൊരുക്കുന്നുണ്ട്. ഹിസ് ജേർണി സിംബലൈസസ് ഹൗ ഹ്യൂമൻ പ്രൈഡ് ഈസ് ഹംബിൾഡ് ആൻഡ് ഹൗ നേച്ചർ ട്രാൻസ്ഫോം എ പേഴ്സൺ ഇൻ ടു സമ്മൺ വൈസർ ആൻഡ് മോർ റെസ്പെക്റ്റ്ഫുൾ. അപ്പോൾ ഈ ഒരു ജേർണി, ഈ ഒരു അഡ്വഞ്ചറസ് ജേർണി സിംബലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ പ്രൈഡ് പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പിൽ ഇല്ലാതാകുന്നത്, ചേഞ്ച് ആകുന്നത് എന്നുള്ളതാണ്. അതുപോലെ പ്രകൃതി എങ്ങനെയാണ് ഒരു മനുഷ്യനെ, ഒരു പ്രൈഡായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു അഹങ്കാരം നിറഞ്ഞിട്ടുള്ള ഒരാളെ വൈസറും അതുപോലെ മോർ റെസ്പെക്റ്റ്ഫുള്ളും ആയി മാറ്റുന്നത് എങ്ങനെ എന്നുള്ള ഒരു മെസ്സേജ്, ഒരു വലിയ മെസ്സേജാണ്